ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് വേഗം പകരുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണം വിജയമെന്ന് DRDO. ദീർഘദൂര മിസൈലുകൾക്ക് കരുത്ത് കൂട്ടി ഇന്ത്യ. മണിക്കൂറിൽ 6000 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ഭാരം കുറയ്ക്കാനും ക്ഷമത കൂട്ടാനും മിസൈലുകളെ സഹായിക്കുന്ന ഘടകമാണ് സ്ക്രാംജെറ്റ് എഞ്ചിൻ. വിനീത വിജി വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വിനീത, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികൃതരുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർ വളരെ വ്യക്തമായി പറയുന്നത് ഒരു സ്വാഭാവിക നടപടി അവർ പൊതുവെ നടത്തുന്ന നടപടിക്രമങ്ങളാണ്. ഇത്തരത്തിലേക്കുള്ള മിസൈലുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഞ്ചിനുകൾ പരീക്ഷണങ്ങളൊക്കെ സ്വാഭാവികമായി നടത്തുന്നതാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നതും അത് വിജയകരമായി പൂർത്തിയാക്കുന്നതും അത് നിലവിലുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം തന്നെ അത് അർഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ സ്ക്രാംജെറ്റ് എഞ്ചിൻ പരീക്ഷണമാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ സ്ക്രാംജെറ്റ് എന്ന് പറയുന്നത് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ്. മിസൈലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ സ്ക്രാംജെറ്റ് എഞ്ചിൻ. ഇത് ദീർഘദൂര മിസൈലുകൾക്ക് കരുത്ത് കൂട്ടുന്നതെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ മണിക്കൂറിൽ 60,000 കിലോമീറ്റർ വരെ വേഗതയിൽ ഈ സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഈ മിസൈലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് സാധാരണ മിസൈലുകൾ പോകുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ ഈ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുമ്പോൾ ആ മിസൈലുകൾക്ക് വേഗത കൂടുമെന്ന് പറയുന്നുണ്ട്. ആ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 60,000 കിലോമീറ്റർ വരെ അത്തരത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഭാരം കുറയ്ക്കാനും ഒപ്പം തന്നെ ക്ഷമത കൂട്ടാനും ഇത് മിസൈലുകളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സ്വാഭാവികമായും ഭാരം ഇത്തരത്തിൽ കുറയുകയും അത് ക്ഷമത കൂടുകയും ചെയ്യുമ്പോൾ മറ്റ് ഈ മിസൈലുകളെ അപേക്ഷിച്ച് ഈ സ്ക്രാംജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന മിസൈലുകൾക്ക് അതിവേഗം മുന്നോട്ട് പോകുന്നതിനും ഒപ്പം തന്നെ പ്രതിരോധം തീർക്കുന്നതിനും ഒപ്പം തിരിച്ചടി നൽകുന്നതിനുമൊക്കെ കൂടുതൽ ക്ഷമതയുണ്ടെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഹൈദരാബാദിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഈ ഹൈദരാബാദിൽ നടത്തിയ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായും DRDO വ്യക്തമാക്കിയിരിക്കുകയാണ്. SK